കല്ലുമ്മക്കായ കൊണ്ട് ഒരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നതാണ് ട്ടോ ഇത്. ശരിക്കും ഞാനിത് ഒരു ഷോർട്സിലോ അങ്ങനെ എന്തോ എല്ലാം കണ്ടിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയണമെങ്കിൽ. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ശരിക്കും ഉണ്ടാക്കാൻ കാരണം ഇതിങ്ങനെ കാണാനുള്ള ആ ഒരു മൊഞ്ചും അതൊക്കെ കൊണ്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് ഇതിങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ സോസ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള അതിൽ എന്തൊക്കെ പൊടികളായിരുന്നേ നോക്കാം. ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി. അത്രയാണ് കേട്ടോ ഞാൻ ഇതിലിടുന്നത്. വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും 4 ഇട്ട് പിന്നെ കുറച്ച് നമ്മൾ കടുക്ക വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, നല്ലോണം കഴുകിയിട്ടാണ് നമ്മൾ വേവിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളവും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അതില്ലാത്ത എടുക്കാത്ത ആൾക്കാരെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചാലും മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിങ്ങനെ ചതുക്കി എടുക്കുക, അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ആക്കുന്നത് അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ അരപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കുത്തി വെച്ച ഈ ഒരു പച്ച മല്ലിപ്പൊടിൻ്റെതും മുളകിൻ്റെ ഒക്കെ ഈ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റെഡ് സോസ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഉപ്പും മുളകും മല്ലിയും വെളുത്തുള്ളിയും മാത്രം മതി കേട്ടോ. അപ്പോൾ അതടിച്ചതിന് ശേഷം അടുത്ത് നമുക്കൊരു ഗ്രീൻ സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ഇടുക, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തതോ. ഒരു പച്ചമുളകൊക്കെ വേണമെന്നില്ല, ഒരു പകുതിയൊക്കെ മതി. അപ്പോൾ എരിവുള്ള ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചതക്കിയാൽ മതി കേട്ടോ, നമ്മളിങ്ങനെ കുത്തുന്നതിനും കൊണ്ട് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ഗ്രീൻ സോസും റെഡ് സോസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ പകുതിയിൽ റെഡ് സോസും പിന്നെ പകുതിയിൽ ഈ ഗ്രീൻ സോസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും, വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മൾ കടുക്ക ആദ്യം വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തൊലി ഒരു ഭാഗം ഞാൻ മാറ്റിയതാണ് കേട്ടോ. അതിൻ്റെ അടുത്ത ഭാഗമാണിത്. അപ്പോൾ ഒന്ന് നന്നായി തണിഞ്ഞതിന് ശേഷം നമ്മൾ സോസും അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ചിൽ ഞാൻ റെഡും വെച്ചെടുത്ത് കുറച്ച് ഗ്രീൻ സോസും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് രണ്ടിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടിക്ക്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഭയങ്കര ഫാനായിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കഴിയും. അപ്പോൾ ഗ്രീൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ റെഡ് സോസിനാണ് കുറച്ച് നേരം ഒന്ന് വഴറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനം ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും വെച്ച് കൊടുക്കുക.